കൊല്ലത്ത് റോഡരികിൽ നിന്ന് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. 2 തവണ യുവാവിനെ കാറിടിച്ചു. ചോദ്യം ചെയ്ത യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കണ്ണൻ നായരുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. കണ്ണനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, ഇത് എന്താണ് നാട്ടിൽ നടക്കുന്നത്? എന്തിനാണ് ഈ മർദ്ദിച്ചത്? ഈ പരാതി പോലീസ് കേസെടുത്തോ? പരാതി നൽകിയോ? പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ ഇപ്പോൾ ഒളിവിലാണ്. ഇന്നലെ പട്ടത്താനത്താണ് ഈ സംഭവം ഉണ്ടായത്. പട്ടത്താനത്ത് അവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അതിൽ ക്ഷേത്രത്തിൽ ഉത്സവം ആകുന്ന സമയത്ത് റോഡരികിൽ ആൾക്കാർ നിൽക്കുകയും ക്ഷേത്രോത്സവം കാണാനായി നിൽക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന പതിവാണ്. ഈ മർദ്ദനമേറ്റ വ്യക്തി അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മർദ്ദനമേറ്റ വ്യക്തി റോഡരികിൽ, അതായത് അയാളുടെ വീടിന്റെ വാതിക്കൽ ഒരു സുഹൃത്തുമായി നിന്ന് സംസാരിക്കുകയാണ്. ആ സമയത്താണ് അമിത വേഗത്തിൽ ഒരു കാറ് ഹോൺ അടിച്ചുകൊണ്ട് വരുന്നത്. പെട്ടെന്ന് ആ സ്കൂട്ടറിലുണ്ടായിരുന്ന ആ സ്ഥലത്ത് നിന്ന് സ്കൂട്ടർ മാറ്റി ഈ വ്യക്തി പതുക്കെ ഒന്ന് നടന്ന വീടിന്റെ സമീപത്തൊക്കെ നിൽക്കുകയാണ്. അത്രയും പോലും സാവകാശം കാണിക്കാതെ, ക്ഷമ ഇല്ലാതെ നേരെ കാർ കൊണ്ടുവന്ന് ഇടിക്കുകയാണ്. ആദ്യം ഒരു തവണ ഇടിച്ചു, അതിനുശേഷം രണ്ടാമത് വീണ്ടും റോഡ് എടുത്ത ശേഷം ഇടിക്കുകയാണ്. തൊട്ടു പിന്നാലെ ഇത് ഈ കാർ ഇടിയേറ്റ വ്യക്തി ചോദ്യം ചെയ്തു. അതോടുകൂടി കാറിന്റെ പിൻഭാഗത്ത് നിന്ന് 3 പേർ ഇറങ്ങി വരികയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. വലിയ രീതിയിലുള്ള മർദ്ദനമേറ്റു. അതോടുകൂടി ഈ വ്യക്തിയുടെ ബോധം പോയി. പിന്നീട് ജില്ലാ ആശുപത്രിയിൽ അടക്കം കൊണ്ടുപോയി. തലയ്ക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. വലിയ അവിടെ ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അവിടെ ഇഷ്ടിക ഉപയോഗിച്ച് വരെ തലയ്ക്കടിച്ചു എന്നാണ് വ്യക്തി നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു, വിശദ പരിശോധന നടത്തി. പിന്നീട് ഇന്ന് രാവിലെയാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴിയിൽ കൃത്യമായി തന്നെ നടന്ന സംഭവങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് 3 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ പശ്ചാത്തലം എന്താണ് എന്നത് സംബന്ധിച്ച് പോലീസ് പരിശോധിക്കുകയാണ്. ഇന്ന് രാത്രിക്കുള്ളിൽ പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ ഏത് തരത്തിലായാലും വലിയ രീതിയിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മദ്യപിച്ചിട്ടാകാം അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയെന്നാണ് കരുതേണ്ടത്. അങ്ങനെയൊക്കെയുള്ള ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ഒരു ആക്രമണമാണ് ഇതെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. പോലീസും അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. ഇവരുടെ ഒരു പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇത്രത്തോളം. നോക്കൂ, എന്തൊരു ക്രൂരമായ മർദ്ദനമാണത്. ആ വ്യക്തി റോഡിൽ നിൽക്കുകയാണ്. ആദ്യം കാറിടിപ്പിക്കുന്നു, പിന്നീട് എന്താ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു, അപ്പോൾ വീണ്ടും കാറ് കൊണ്ട് ഇടിപ്പിക്കുന്നു. അതിനിടയ്ക്ക് എന്താണ് എന്ന് സ്വാഭാവികമായും ഒരാൾ കാറിടിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതികരിക്കുമല്ലോ. ആ പ്രതികരിക്കുന്ന സമയത്ത് മറ്റൊരു ഭാഗത്ത് നിന്ന് മറ്റൊരു യുവാവ് വന്ന് മർദ്ദിക്കുകയാണ്. അവിടെയുള്ള ആളുകളൊക്കെ തടിച്ചു കൂടുന്നു. എന്തായാലും ക്രൂരമായ മർദ്ദനമാണ്. പരാതി കൊടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. ഉത്സവമാണ്, മദ്യലഹരിയിലായിരിക്കാം എന്നുള്ളൊരു സംശയങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉയരുന്നത്.